ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോയിൻസിഡൻസ് ആണ്. അപ്പോൾ അതെങ്ങനെയൊക്കെ വരുമെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമുക്കതൊട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് കോയിൻസിഡൻസിൽ വരും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളെ നമ്മൾ ഇതെന്തോ കോയിൻസിഡൻസ് ആണല്ലോ എന്ന് പറയത്തില്ല, അതാണ് മേഘ. വെൽ ഹലോ ദേർ മരിയ, ലോങ് ടൈം നോ സീ. മേഘ, കണ്ടിട്ട് കുറെ നാളായല്ലോ. നമ്മൾ പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ മരിയ, മേഘ, വാട്ട് എ കോയിൻസിഡൻസ്, ഐ ഹാവൻ സീ യു ഇൻ ഏജ്. ഞാൻ നിന്നെ കണ്ടിട്ട് കുറെ നാളായി, എന്തൊരു അത്ഭുതകരമായിരിക്കുന്നു. വാട്ട് ആർ യു ഡൂയിങ്, നീ എന്തോ ചെയ്യുന്നത്? മേഘ, ഐ ജസ്റ്റ് ഗോട്ട് എ ന്യൂ ജോബ് ഇൻ ദ സിറ്റി. എനിക്ക് പുതിയൊരു ജോലി കിട്ടി സിറ്റിയിൽ. ഐ ആം ഷോപ്പിംഗ് ഫോർ സം ക്ലോത്ത്സ്. ഞാനൊരു ഡ്രസ്സൊക്കെ മേടിക്കാനായിട്ട് വന്നതാ. ഹേ, വാട്ട്സ് ഡു യു തിങ്ക് ഓഫ് ദ ഷർട്ട്? നീ ഷർട്ടിനെ പറ്റി എന്തോ വിചാരിക്കുന്നു? കൊള്ളാമല്ലോ എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ, അപ്പൊ അതുപോലെ അവൻ ചോദിച്ചതാണ്. മറിയ, വെൽ യു നോ ഹൗ മച്ച് ഐ ലവ് ബ്ലൂസ്. നിനക്കറിയാവോ എനിക്ക് ബ്ലൂ കളർ എന്തോരം ഇഷ്ടമാണെന്ന്. ഐ വിൽ ഗീവ് സം ഷർട്ട്. ഞാൻ നിനക്കൊരു ഷർട്ട് തരാം, നീല കളറിലെ. നിനക്കത് ഒത്തിരി ഇഷ്ടമാവല്ലോ. മേഘ, യു ഓൾവേസ് ഡിഡ് യു ഹാവ് ഗുഡ് ടേസ്റ്റ്. വാട്ട് എ സ്മോൾ വേൾഡ്. എത്ര ചെറിയ ലോകമാണ്. നിനക്ക് ഇപ്പോഴും അതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ കുട്ടി, എനിക്ക് എത്ര നല്ല ടേസ്റ്റാ ഉള്ളത് എന്നൊക്കെ പറയാൻ. അപ്പൊ നമുക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എനിക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിന് റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിന് റിപ്ലൈ പിന്നെ ക്ലാസ്സിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയകളൊന്ന് ഫോളോ ചെയ്യുക. അത് ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഞാൻ അപ്പം പറയുന്നതായിരിക്കും. ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ വിളിക്കുമ്പോൾ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ വിളിച്ചാൽ മാത്രം മതി. വിളിക്കുമ്പോഴത്തേക്കും ഞാൻ ഡീറ്റെയിൽസ് എല്ലാം അപ്പം പറയുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ഒരു ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും സി യു.